സ്വസ്ഥമായി യാത്ര ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ചുറ്റും അലർച്ചകൾ. വാഹനങ്ങളുടെ എഞ്ചിനുകളും ലൈറ്റുകളും തനിയെ ഓഫാകുന്നു. ബൈക്ക് യാത്രക്കാർ ബൈക്കിൽ നിന്നും തനിയെ എടുത്തെറിയപ്പെടും. ടയറുകളുടെ കാറ്റുപോകും. പെട്ടെന്ന് മിന്നൽ പോലെ ഒരു സ്ത്രീരൂപം വഴിയരികിൽ. ഈ കാഴ്ചയും കഥകളും മലയാളികളെ പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് 70-ലധികം വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. തിരുവനന്തപുരത്തു നിന്നും പാങ്ങോട് ദേശത്തേക്ക് പോകുമ്പോൾ ഒരു കൊടും വളവുണ്ട്. അതാണ് സുമതി വളവ്. ഗർഭിണിയായ സുമതിയെ കാമുകനായ രത്നാകരനും കൂട്ടുകാരനും ചേർന്ന് ചതിച്ച് കൊലപ്പെടുത്തിയ ഇടം. ഈ യഥാർത്ഥ സംഭവത്തിന്റെ ചുവട് പിടിച്ച് നിരവധി കെട്ടുകഥകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയൊരു ദുരൂഹത ഈ പ്രദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അനുഭവപ്പെടാത്തവർ ചുരുക്കമാണ്. സാഹസികത ഇഷ്ടമുള്ളവർക്ക് ബക്കറ്റ് ലിസ്റ്റിലേക്ക് ചേർക്കാവുന്ന ഒരിടം. എങ്കിലും ഈ റോഡിലേക്ക് കാഴ്ചകൾ തേടി പോകുമ്പോൾ അതിനേക്കാൾ ഭീകരമായ ഒരു കഥയാണ് കൊല ചെയ്യപ്പെട്ട സുമതി ബാക്കിയാക്കിയത് എന്ന സത്യമറിയണം. തിരുവനന്തപുരം പാലോടിനടുത്ത് മയിലുമൂടെന്ന മലയോര ഗ്രാമത്തിലേക്ക് പോകുമ്പോഴാണ് പ്രസിദ്ധമായ സുമതി വളവ്. പാലോട് നിന്നും കല്ലറയ്ക്ക് പോകുമ്പോൾ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാണ് പിന്നീടങ്ങോട്ട്. മുന്നോട്ട് പോകുന്തോറും കാടിന്റെ ഭാവം മാറുന്നു. ഒരു കൊടും വളവിലേക്കെത്തുമ്പോൾ അവിടെ നമ്മുടെ കണ്ണുടയ്ക്കും. ഇതാണ് സുമതി വളവ്. വളവിലെ കഥയിലുള്ള സുമതി എന്ന സുന്ദരി അത്ര സാമ്പത്തികമായി മെച്ചമല്ലാത്ത കുടുംബത്തിലായിരുന്നു. അതുകൊണ്ട് അവൾ താനു മുതലാളിയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു. ചെറുപ്പക്കാരിയായ സുമതി ജോലിക്കിടയിലും പഠിക്കാൻ സമയം കണ്ടെത്തി. ഇതിനിടയിൽ താണു മുതലാളിയുടെ മകനായ രത്നാകരനുമായി സുമതി പ്രണയത്തിലായി. ഈ പ്രണയം സുമതിയുടെ ജീവിതത്തെ വലിയൊരു ദുരന്തത്തിലേക്കാണ് കൊണ്ടുചെന്നെത്തിച്ചത്. ആ അടുപ്പം വളർന്നു. വിവാഹം ചെയ്യാമെന്ന രത്നാകരന്റെ ഉറപ്പിന്റെ പേരിൽ സുമതി ഗർഭിണിയായി. എന്നാൽ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ രത്നാകരന്റെ ഭാവം മാറി. വിവാഹം കഴിക്കണമെന്ന സുമതിയുടെ നിർബന്ധം കൂടിയായപ്പോൾ ചതിക്കാനുള്ള ഒരുക്കത്തിലായി അയാൾ. പാങ്ങോട് മധുരദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ് സുമതിയുടെ കുപ്രസിദ്ധമായ ആ അരുങ്കൊല നടക്കുന്നത്. 1957 ജനുവരി 27 ചൊവ്വാഴ്ച രാത്രി 10 മണി. ഉത്സവം കാണിക്കാമെന്ന് പറഞ്ഞ് സുമതിയും കൂട്ടി രത്നാകരൻ അംബാസഡർ കാറിൽ യാത്ര ആരംഭിച്ചു. ഒപ്പം സുഹൃത്ത് രവീന്ദ്രനും ഉണ്ടായിരുന്നു. വഴികളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതിരുന്ന സുമതിയെ പറ്റിക്കാൻ എളുപ്പമായിരുന്നു. എളുപ്പവഴി എന്ന് പറഞ്ഞ് രത്നാകരനും സുഹൃത്തും സുമതിയെ ഉൾക്കാട്ടിലേക്ക് നടത്തി. എന്നാൽ അല്പദൂരം നടന്നപ്പോൾ സുമതിക്ക് ചതി മനസ്സിലായി. അലറി വിളിച്ച് അവൾ ഓടി. ഉൾക്കാട്ടിൽ ആരാണത് കേൾക്കാനുള്ളത്? കാട്ടുവലികൾ കൊണ്ട് അവളുടെ കൈകൾ കൂട്ടിക്കെട്ടി കാട്ടിലൂടെ വലിച്ചിരിച്ച് അവർ നടന്നു. പക്ഷേ രത്നാകരനും സുഹൃത്തിനും ഒരു അബദ്ധം പറ്റി. കാടേന്ന് ധരിച്ച് അവർ എസ് വളവിന്റെ റോഡിലേക്ക് തന്നെയാണ് തിരികെ എത്തിയത്. അവിടെ വെച്ച് സുമതിയുടെ കഴുത്തിൽ അയാൾ കത്തിയിറക്കി. ഒരിക്കലും ശല്യമാകില്ല എന്ന് കെഞ്ചിയിട്ടും സുമതിയെ ക്രൂരമായി അവർ കൊലപ്പെടുത്തി. ആ ക്രൂരതയ്ക്ക് ശേഷം വളവിലെ ഏതോ മരത്തിൽ സുമതിയുടെ ശരീരം ചാരിവെച്ചിട്ട് ഇരുവരും രക്ഷപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ആദിവാസികളായ കാണിക്കാർ സുമതിയുടെ ശരീരം കണ്ടെത്തിയത്. അന്നത്തെ കൊലപാതകങ്ങളുടെ പതിവ് പോലെ പ്രതികൾ രക്ഷപ്പെട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. 6 മാസങ്ങൾക്ക് ശേഷം രത്നാകരനും രവീന്ദ്രനും പോലീസ് പിടിയിലായി. 15 വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ജയിൽ മോചിതരാകുകയും വലിയ കാലതാമസമില്ലാതെ മരിക്കുകയും ചെയ്തു. കഥയിലെ നായികയും വില്ലന്മാരുമെല്ലാം ഓർമ്മകളിലേക്ക് മറഞ്ഞെങ്കിലും കഥകൾക്കും കാഴ്ചകൾക്കും ഇന്നും കുറവില്ല. വെള്ളവസ്ത്രം ധരിച്ച ഒരു സ്ത്രീരൂപം റോഡുകിൽ ഉലാത്തുന്നത് കണ്ടുവെന്ന് പലരും പറയാറുണ്ട്. പലപ്പോഴും റോഡിന് സമീപമുള്ള പൊന്തക്കാട്ടിൽ നിന്നോ കാഴ്മൂടിയ ഗർത്തത്തിൽ നിന്നോ ഭീകര ശബ്ദങ്ങൾ ഉയരുന്നതായും പറയപ്പെടുന്നു.